നമസ്കാരം. സന്നിധാനത്ത് പുതിയ ഭസ്മക്കുളം നിർമ്മാണത്തിന് തുടക്കമായി. 18ാം പടിക്ക് മുന്നിൽ വലിയ നടപ്പന്തലിന് പുറകുവശത്തായി മീനം രാശിയിലാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ സമിതിയുടെ അംഗീകാരത്തോടെ പുതിയ ഭസ്മക്കുളം നിർമ്മിക്കുന്നത്. ഓരോ മിനിറ്റിലും ജലം ശുദ്ധീകരിക്കുന്നതിനായി കുളത്തിനോട് ചേർന്ന് 5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റും സ്ഥാപിക്കും. 15.72 മീറ്റർ വീതിയിലും 21 മീറ്റർ നീളത്തിലുമാണ് പുതിയ കുളം നിർമ്മിക്കുന്നത്. 13 അടി ആഴത്തിൽ നിർമ്മിക്കുന്ന കുളത്തിൽ 5 അടി വെള്ളമുണ്ടാകും. ഇറങ്ങാൻ എല്ലാ വശത്തു നിന്നും പടവുകളും നിർമ്മിക്കും. പടിഞ്ഞാറ് വശത്തായി കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന നിലവിലെ ഭസ്മക്കുളം തുടർന്നും ഭക്തർക്ക് ഉപയോഗിക്കാം. പുതിയ ഭസ്മക്കുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ICL, ഫിൻകോപ്പ്, CMT അഡ്വക്കേറ്റ് KG അനിൽകുമാറാണ് പുതിയ ഭസ്മക്കുളം വഴിപാടായി നിർമ്മിച്ച് സമർപ്പിക്കുന്നത്. ശ്രീ K മുരളീധരൻ നായർ, ശില്പി രാജേഷ്, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്യാമപ്രസാദ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു V നാഥ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം ശബരിമല തന്നെ തകർക്കുക എന്ന പുതിയ ലക്ഷ്യം വെച്ചാണ് പുതിയ ഭസ്മക്കുളം നിർമ്മിക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് K ഹരിദാസ് പറഞ്ഞു. ക്ഷേത്രത്തിനും തിരുമുറ്റത്തിനും വലിയ നടപ്പന്തലിനും ഭീഷണിയാണ് പുതിയ കുളം. സന്നിധാനം നിലകൊള്ളുന്നത് ഒരു മലയുടെ നെറുകയിലാണ്. അതിനോട് ചേർന്ന് നിർമ്മിക്കുന്ന കുളം കാരണം മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ തിരുമുറ്റം അടക്കം ഇടിഞ്ഞു വീഴും. പോലീസ് ആദ്യം ഇതിന്റെ അപകട സാധ്യതകൾ മുന്നിൽ കണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അനുമതി നിഷേധിച്ചതുമാണ്. പഴയ ഭസ്മക്കുളം മൂടാനുള്ള നീക്കവും കോടതി തടഞ്ഞു. എന്നാൽ സർക്കാർ ഇടപെടലിനെ തുടർന്ന് പോലീസ് പിന്നീട് അനുകൂലമായി റിപ്പോർട്ട് കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ കുളം നിർമ്മിക്കുന്നത്. ഇതിന് കാരണമായി പറയുന്നത് സ്പോൺസറെ കിട്ടിയെന്നാണ്. അങ്ങനെ ഒരു സ്പോൺസറെ കിട്ടിയാൽ സന്നിധാനത്ത് അമ്യൂസ്മെന്റ് പാർക്ക് നിർമ്മിക്കുമോ എന്നും ഹരിദാസ് ചോദിച്ചു. ശബരിമലയുടെ അടിയന്തര ആവശ്യം പുതിയ കുളമല്ല, ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് അനുസൃതമായുള്ള ശൗചാലയങ്ങളാണ്. വിഷുവിന് വന്ന തീർത്ഥാടകർ പ്രാഥമിക കൃത്യനിർവഹണത്തിന് ശൗചാലയമില്ലാതെ നെട്ടോട്ടമോടുകയായിരുന്നു. നിലവിൽ കുളം നിർമ്മിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയാണെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. വരിയിൽ നിൽക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും തെരഞ്ഞു പിടിച്ച് എങ്ങനെ കുളത്തിലെത്തിക്കും? ഭക്തരോ ഹൈന്ദവ സംഘടനകളോ ആരും ഇങ്ങനെയൊരു കുളം ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ദേവസ്വം ബോർഡിന് മാത്രമായി എന്താണ് ഇങ്ങനെയൊരു ആവശ്യം? ഇത് വളരെ ദുരൂഹമാണ്. കോടികളുടെ കമ്മീഷൻ അടിക്കാനുള്ള പരിപാടിയാണിത്. സ്പോൺസർ നൽകുന്ന കോടികൾ മുക്കാനുള്ള ശ്രമമാണിത്. ദേവസ്വം ബോർഡ് ഇതിൽ നിന്നും പിന്മാറാത്ത പക്ഷം ഈ വിഷയത്തിൽ പ്രക്ഷോഭം നടത്തുമെന്നും ഹിന്ദു ഐക്യവേദി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KS സതീഷ് കുമാർ, ട്രഷറർ രമേശ് മണ്ണൂർ, സഹസംഘടനാ സെക്രട്ടറി KP സുരേഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. എന്തായാലും ശബരിമലയിൽ ഭസ്മക്കുളത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. അത് ഉദ്ഘാടനവും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. നിർമ്മാണം പുരോഗമിക്കവെയാണ് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ നിർമ്മാണത്തിൽ അഴിമതിയും അത് ശബരിമലയ്ക്ക് തന്നെ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ശബരിമലയിൽ നടപ്പന്തലിന്റെ താഴെ കൊപ്രാക്കുളത്തിന്റെ സമീപമായിട്ട് ഒരു കുളം കുഴിക്കാൻ പോകുന്നു. ഈ കുളത്തിന്റെ നിർമ്മാണത്തിന് ഏതോ ഒരു കമ്പനി സ്പോൺസർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്പനികൾ എന്തെങ്കിലും സ്പോൺസർ ചെയ്താൽ അത് നിർമ്മിക്കുക എന്നുള്ളതാണോ ദേവസ്വം ബോർഡിന്റെ ചുമതല എന്ന് മനസ്സിലാകുന്നില്ല. ഇനി നാളെ വേറെ കമ്പനി വന്നിട്ട് ഞങ്ങളൊരു അമ്യൂസ്മെന്റ് പാർക്ക് പണിഞ്ഞ